നമസ്തേ ഇന്ത്യ. ഐഡിയ എന്ന് വെച്ചാൽ എന്താ? അതൊരു വൈറസാ. അതേന്നെ, വളരെ അപകടകാരിയായ ഒരു വൈറസ്. അത് നിങ്ങളുടെ ബുദ്ധിയെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, വിശപ്പും ദാഹവും ഒന്നും തോന്നുന്നില്ല. പക്ഷേ ഈ വൈറസിനൊരു നല്ല വശം കൂടിയുണ്ട്. ഇത് നിങ്ങളെ ഒരിക്കലും രോഗിയാക്കുന്നില്ല, മറിച്ച് വിജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരൂ, ഇന്ന് നമുക്ക് കുറച്ച് ഐഡിയ ബാസിനെ പരിചയപ്പെടാം. അവര് ഈ പറഞ്ഞ ഐഡിയ ആകുന്ന വൈറസിലൂടെ ഭാരതത്തിന്റെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദിയിൽ വിജയം തേടിയെത്തിയിരിക്കുകയാണ്. അതെ, ഐഡിയ ബാസ്. ഐഡിയ നിങ്ങളുടേത്, പണം ഞങ്ങളുടേത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇൻവെസ്റ്റിംഗ് ടൈറ്റൻസിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. പ്ലീസ് വെൽക്കം DC ഫ്രം വാഷിംഗ്ടൺ DC, സന്ദേശ് ശാരദ. വെൽക്കം സർ. റുക്കം ക്യാപിറ്റലിന്റെ ഫൗണ്ടറും ഫസ്റ്റ് ഇൻവെസ്റ്ററുമായ അർച്ചന ജാഗീർദാർ. ലക്ഷറി ഡിസൈൻ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ലീഡർഷിപ്പിന്റെ തലതൊട്ടപ്പൻ ജിമ്മി മിസ്ത്രി. ദ സ്ലീപ്പ് കമ്പനിയുടെ ഡൈനാമിക് ഫൗണ്ടർ പ്രിയങ്ക സലോട്ട്. ലിബർട്ടി ഷൂസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനുപം ബൻസൽ. വെൽക്കം. ഞാൻ നേരത്തെ എത്തി കേട്ടോ. ഇരിക്കൂ. എന്ന് ഡൽഹി ജയിക്കോ ബോംബെ ജയിക്കോ കാണാം. അപ്പൊ ഡീസിയുടെ കാര്യം എന്താവും? അല്ല സന്ദേശ് സാർ, എന്താ ഡൽഹി ബോംബെ എന്നൊക്കെ പറയുന്നത്? ഇന്ന് നമുക്ക് ഐഡിയകളാണ് വിജയിപ്പിക്കാനുള്ളത്, പുതിയ ആളുകളെ. ഈ സ്റ്റേജ് ആണ് ഇപ്പം നമ്മുടെ കാര്യം. ഡൽഹി ബോംബെ ഒക്കെ തൽക്കാലം വിട്ടേക്ക്. ഇന്ന് നമുക്ക് ഭാരതത്തിനെ ജയിപ്പിക്കാം. കേട്ടല്ലോ, അപ്പോൾ അനുപം സാർ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഭാരതത്തിനെയാണ് ജയിപ്പിക്കേണ്ടത്. ഭാരതത്തെ ജയിപ്പിക്കാനായി നമുക്ക് നമ്മുടെ ആദ്യത്തെ ഐഡിയ ബാസിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഐഡിയ ബാസ് വെറുമൊരു വേദി മാത്രമല്ല, ഇന്ത്യയുടെ പുതിയ സ്വപ്നങ്ങൾ പറക്കാൻ ഒരുങ്ങുന്ന റൺവേയും കൂടിയാണ്. അപ്പോൾ ഈ റൺവേയിൽ ടേക്ക് ഓഫ് ചെയ്ത് പറക്കാനായി തയ്യാറായി നിൽക്കുന്നു നമ്മുടെ ആദ്യത്തെ ഐഡിയ ബാസ്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ജയ്പൂരിൽ നിന്നുള്ള ഋത്വിക് യാദവിനെ. ഋതിക്, ഈ വേദിയിലേക്ക് താങ്കൾക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു. അപ്പോൾ പിച്ച് ചെയ്യാൻ റെഡിയാണല്ലോ? തീർച്ചയായും. ഓക്കെ, ഗുഡ് ലക്ക്. നമസ്കാരം ടൈറ്റൻസ്. നമസ്കാരം. എൻ്റെ പേര് ഋത്വിക് യാദവ്. ഞാനൊരു കമ്പനിയുടെ ഫൗണ്ടറാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പറക്കുന്ന യന്ത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആകാശത്ത് പറക്കുന്നത് മാത്രമല്ല, ഒപ്പം രാജ്യത്തിന്റെ ചിന്തകളെ വേറെ തലത്തിൽ എത്തിക്കുകയും ചെയ്യും. ടൈറ്റൻസ്, നിങ്ങൾ ഡ്രോൺ ധാരാളം കണ്ടു കാണും. പക്ഷേ എപ്പോഴെങ്കിലും ഡ്രോണും എയറോപ്ലെയിനും ചേർന്നിട്ടുള്ള ഒരു രൂപം കണ്ടിട്ടുണ്ടോ? ഐ ഗസ് ചിലപ്പോൾ കണ്ടു കാണില്ല. സോ ലെറ്റ്സ് മീ ഇൻട്രൊഡ്യൂസ് ടു യു കഗേശ്വര കെ വായു. സോ ടൈറ്റൻസ്, ഇതാണ് ഇന്ത്യയിലെ ടിൻ ടോട്ട് മെക്കാനിസം, ഹൈബ്രിഡ് EV കോൺസെപ്റ്റ്. ഇത് ഹെലികോപ്റ്ററിനെ പോലെ ടേക്ക് ഓഫും എയറോപ്ലെയിനെ പോലെ പറക്കുകയും ചെയ്യും. ഇത് 100% ഇലക്ട്രിക് ആണ്. ഇത് വളരെ സൈലന്റ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് പക്ഷികളൊന്നും പേടിക്കേണ്ട. ടൈറ്റൻസ്, ഇപ്പോഴും ഇന്ത്യയിലെ കുറെ റിമോട്ട് ഏരിയസ് ഉണ്ട്. ബോർഡർ ഔട്ട്പോസ്റ്റുകൾ, ലോജിസ്റ്റിക് ഒക്കാറ്റിക്കൽ സപ്ലൈകൾ എത്തിക്കുവാൻ മണിക്കൂറുകൾ വേണ്ട അവസ്ഥയാണ്. എന്തിന്, ഫ്ലഡഡ് ഏരിയകളിൽ പോലും ഫുഡുകൾ എത്തിക്കണമെങ്കിൽ ഒരുപാട് ഡിലേ ആവുന്നു. കാരണം ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ബോർഡർ ഔട്ട്പോസ്റ്റ് ഇവിടേക്കുള്ളത് ഒരു ഒറ്റ പ്രശ്നങ്ങളാണ്. അതെന്താണ്? ഗ്രൗണ്ടിലുള്ള വാട്ടർ ലെവൽ. ഗഗേശ്വര എന്ന EVTOL ഇൻസൈഡൽ ട്രഡീഷണൽ മെത്തേഡ് കൊണ്ട് ഇതിന് 2 ഇരട്ടി വേഗതയുണ്ട്. ഇനി ലഡാക്കിലെ ഹിൽസ് ആവട്ടെ, സുന്ദർബനിലെ ഐലൻഡ്സ് ആവട്ടെ, ഇതിന് റൺവേസ് ഒന്നുമില്ലാതെ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റും. EVTOL മീൻസ് ഇലക്ട്രിക്കൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വീറ്റൽ എന്ന് വെച്ചാൽ ഏത് സ്ഥലത്തുനിന്നും പറക്കും, ഉടൻ തന്നെ എത്തേണ്ടിടത്ത് എത്തും. ടൈറ്റൻസ്, ഇന്ന് ഇപ്പോൾ കൂടുതൽ ഡ്രോണുകൾ GPS ഉണ്ടായിട്ടും വഴിമറന്നു പോകുന്ന അവസ്ഥയാണ്. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയ GPS ഡിനൈഡ് നാവിഗേഷൻ സിസ്റ്റം നമ്മുടെ EVTOLന് ചിന്തിക്കാനുള്ള കഴിവ് നൽകുന്നു. എന്ന് വെച്ചാൽ ഒരു വലിയ വെള്ളച്ചാട്ടത്തിലോ അല്ലെങ്കിൽ കാട്ടിൽ പെട്ടുകഴിഞ്ഞാൽ ഉടനെ അതിന്റെ കാപ്പബിലിറ്റി എൻഹാൻസ് ചെയ്ത്, അതായത് അതിന്റെ ഓൺബോർഡ് സെൻസേഴ്സ് വഴി, എന്ന് വെച്ചാൽ ഏത് തരം സിറ്റുവേഷനിലും അത് സ്വയം ഉണർന്ന് പ്രവർത്തിക്കും ഫോർ എനി ഒക്കേഷൻ. ഈ ടെക്നോളജി നമുക്ക് പല സ്ഥലത്തിലും പ്രയോജനപ്പെടുത്താൻ പറ്റും. ലോജിസ്റ്റിക്സിലും ഡിഫൻസിലും ബോർഡർ ഔട്ട്പോസ്റ്റ് സപ്ലൈയിലും എല്ലാത്തിലും. ലോജിസ്റ്റിക്, ആമോ, ബോംബ്, ഒപ്പം ഡ്രോപ്സ്, ഫ്ലഡുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ സപ്ലൈയിലും ഡിസാസ്റ്റർ ലീഫിലും അതുപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിലും ആൻഡ് ഡോക്ടറി സോൺസിലും അവിടെ എത്താനും ഇതിന് സാധിക്കും. ടൈറ്റൻസ്, നമ്മളൊരു EVTOL പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ അടുത്ത ഡിഫൻസ് ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറിനെ ഒക്കെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ യാത്രയിൽ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതിലൂടെ ഈ EVTOL വെറും പ്രൊഡക്റ്റ് അല്ല, ഒരു പ്രൊട്ടക്റ്റഡ് പവറും കൂടിയാണ്.
അതുകൊണ്ട് ഞാൻ ഇവിടെ 1.2 CR ഫോർ 6.5% ഈക്വിറ്റി പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടൈറ്റൻസ്, നിങ്ങളിൽ ആരായിരിക്കും ഞങ്ങളുടെ കൂടെ കൈകോർത്ത് ഭാരതത്തിന്റെ അടുത്ത കൊതിപ്പ്? അപ്പോൾ നമുക്ക് കഗ്ഗേശ്വരയുമായിട്ട് മുന്നോട്ട് പോകാം. ഇതിവിടെ ആദ്യമായിട്ട് സംഭവിക്കുകയാണ്. അതായത് പിച്ചിന്റെ അവസാന ലൈന് മുഴുമിക്കുന്നതിന് മുന്നേ ഇവിടെ ബസർ അമർത്തി. നോക്കൂ, ഞാൻ അങ്ങനെ ഒരു സാധാരണ ഇൻവെസ്റ്റർ അല്ല. അതായത് ദൂരെ നിന്ന് തന്നെ എനിക്കൊരു ഇൻവെസ്റ്ററെ തിരിച്ചറിയാൻ പറ്റും. വളരെ നല്ലൊരു ഐഡിയ ആണ്. എനിക്ക് പിന്നെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ അറിയാതെ ബസർ അടിച്ചു പോയത്. അർച്ചന മാഡം, വിരോധമൊന്നുമില്ലെങ്കിൽ ഞാൻ മാർക്കറ്റ് ഡിമാൻഡ് ഒന്ന് ചെക്ക് അയ്യോ, ചെയ്തോട്ടെ. അതൊക്കെ ഓഫറുകൾ എന്ത് അതിനുശേഷം വേണം നിങ്ങൾ വയ്ക്കാം. ചെയ്തോളൂ. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഇങ്ങനത്തെ ഒരു ടെക്നോളജി നമ്മുടെ യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രോഡക്ട്സും ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്സും ഉണ്ടല്ലോ, ഇന്ത്യയിൽ വളരെ അത്യാവശ്യമാണ്. എന്തായാലും ആദ്യം നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് പറയൂ ഋത്തിക്. ഞാൻ ജയ്പൂരിൽ നിന്നാണ് വരുന്നത്. പിന്നെ എൻ്റെ പഠിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബാച്ചിലറും മാസ്റ്ററൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ കഗ്ഗേശ്വരയുടെ ജേർണി അവിടെ നിന്നാണ് തുടങ്ങിയത്. നിങ്ങൾ ഈ ഐഡിയ ബാസിന്റെ വേദിയെക്കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? ഞങ്ങളൊരു 2 വർഷമായിട്ട് ഈ ഐഡിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ബേസിക്കലി ഞങ്ങളൊരു സൈലന്റ് മോഡിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഇപ്പോഴാണ് ഒരു റൈറ്റ് ടൈം എന്ന് തോന്നുന്നു. കമേഴ്ഷ്യൽ ഓപ്പറേഷന് വേണ്ടി ഈ പ്രോഡക്റ്റ് ഞങ്ങൾ കമേഴ്ഷ്യൽ ഡിഫൻസിന് യൂസ് ആവുന്ന രീതിയിൽ കൊണ്ടുവരും. സോ ഐഡിയ വാസ് ഫോർ ദ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ഫോർ ആസ് ടു ഷോക്കേസ് ദാറ്റ് ഹൗ ടെക്നോളജി ഫോർ ദാറ്റ് വെരി ഫസ്റ്റ് ടൈം. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ ടീം ടോട്ടൽ സംതിങ് വിച്ച് ഈസ് സീ ഹിയർ വിത്ത് മീ. The router is everything. കറക്റ്റ്. ഞങ്ങൾ ഈ കഗ്ഗേശ്വരിൽ ശരിക്കും ഒരു ന്യൂ വേരിയൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേക മോട്ടറാണ്. ഇതാ നിങ്ങൾക്കിപ്പോൾ എൻ്റെ കയ്യിൽ കാണാം. എന്താണെന്ന് വെച്ചാൽ ഈ സെയിം മോട്ടർ ടേക്ക് ഓഫ് ചെയ്യുന്നു ഹെലികോപ്റ്ററിനെ പോലെ. പിന്നെ ഇൻ ദ മിഡ് ഫ്ലൈറ്റ് നമ്മൾ ഇതിനെ ടാൻജസും ചെയ്യുന്നു. സോ വി ക്യാൻ ഫ്ലൈ ലൈക്ക് എ എയറോപ്ലെയിൻ. അതായത് ഒരേ മോട്ടർ കൊണ്ട് 2 തരം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഡ്രോൺ അത് കാപ്പബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ ആ കാപ്പബിലിറ്റിയെ സർപ്പാസ് ചെയ്തിരിക്കുകയാണ്. സോ ഹൗ വിത്ത് നോർമൽ മോട്ടോഴ്സ് നമുക്ക് ഈ ട്രഡീഷണൽ അപ്രോച്ചിനെ ചേഞ്ച് ചെയ്യാനും പറ്റും. ഇത് ഞങ്ങളുടെ USB കൂടിയാണ്. കാരണം ഇത് ലോജിസ്റ്റിക്കിലായാലും ഡിഫൻസിലായാലും ഒരേപോലെ വർക്കൗട്ട് ആവേണ്ടതാണ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ആകുമ്പോൾ നമ്മൾ ഒരു പുതിയ ഇൻഡിക്കേഷൻ പിടിപ്പിച്ചു, മോഡുലർ പേലോഡ് അറ്റാച്ച്മെന്റ് സിസ്റ്റം. സോ എനിത്തിങ് യു വാണ്ട് ടു ആഡ് വി നീഡ്സ് ക്യാൻ ബി ഡൺ. സോ ഇറ്റ്സ് എ ബിഗ് ബോക്സ്. യു വാണ്ട് ലോജിസ്റ്റിക്, യു വാണ്ട് ക്രിയേറ്റ്, യു വാണ്ട് എനിത്തിങ് ഫോർ ഡിഫൻസ്, എനിത്തിങ് ക്യാൻ ബി ഡൺ. ചുരുക്കത്തിൽ ഒരേ സാധനം തന്നെ നമുക്ക് 2 സൈഡിലേക്കും ഓപ്പറേറ്റ് ചെയ്യാം. Amazing. Very well done. ഇതിന്റെ പ്രീലോഡ് കപ്പാസിറ്റി, അതിന്റെ റേഞ്ചിനെ കുറിച്ച് ഒന്ന് പറയൂ. ആദ്യത്തെ പ്രോഡക്റ്റ് പറയാം, AK വായു. ഇതിനാണ് ഞങ്ങൾ ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തത്. ഇതിനകത്തുള്ള GPS-ഉം മറ്റ് സിസ്റ്റങ്ങളൊക്കെ വെച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിലധികം 10 കിലോ വരെ കൊണ്ടുപോയി ടു ഷോക്കേസ് ആർ കാപ്പബിലിറ്റി. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റായ K രുദ്രയ്ക്ക് ദാറ്റ് ഹാസ് എ കാപ്പബിലിറ്റി ഓഫ് 100 kg പെർ ലോഡ്. സോ ദിസ് ഈസ് സംതിങ് വി ഹാവ് മേക്കിംഗ് സഫേർഡ് ആൻഡ് ദിസ് ഈസ് സംതിങ്, അതായത് ഇവിടെയാണ് വി വാണ്ട് ടു കഗ്ഗേശ്വര ടു കമ്മിങ് ടു ദ ലൈൻ. അങ്ങനെയാണ് ഞങ്ങളിത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇതിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാ വന്നത്? അതായത് KYU ഞങ്ങൾ ഉണ്ടാക്കിയത് 5.5 to 5.8 lakh. എന്തായി പറയുന്നേ? തീർച്ചയായിട്ടും. Wow. Well done. Well done. Well done. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ഏവിയേഷന്റെ തന്നെ ഏതായാലും സിമിലർ കപ്പാസിറ്റി ആയാലും ഏകദേശം 100 മില്യണിന്റെയാണ് വരുന്നത്. തീർച്ചയായും. നിങ്ങളിപ്പോൾ ഈ 7 ലാഖോളം പറഞ്ഞത് വിച്ച് ഈസ് ലെസ് ദാൻ $10,000. കറക്റ്റ്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇതിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വെഞ്ചറിൽ, എങ്കിൽ ദ സ്കൈ ഈസ് ദ ലിമിറ്റ്. എങ്കിലും ഇപ്പോഴും ശരിക്കൊന്നും പറയാറായിട്ടില്ല. അതെ, ലിറ്ററലി. നിങ്ങളപ്പോൾ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് പറക്കും, പറന്നുകൊണ്ടേയിരിക്കും. Thank you. മേക്ക് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ്. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. വെൽ ഡൺ, വെൽ ഡൺ. താങ്ക് യു. അല്ല, നിങ്ങളുടെ ഈ ടീമിന്റെ ഏതെങ്കിലും എക്സ്പേർട്സ് ഉണ്ടോ ഫ്രം ദ ഇൻഡസ്ട്രി? ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. വി വാണ്ട് ടു സമ്മൺ ഫ്രം ദ ഇൻഡസ്ട്രി. ഐ വാസ് വെരി യങ്, ദ ടീം വാസ് വെരി യങ്. അപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ ഒരു നല്ല മെന്റർഷിപ്പ് തൽക്കാലം എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ വി സ്റ്റാർട്ടഡ് ഇൻക്യുബേഷൻസ്, ദെൻ വി വെന്റ് ടു ISB, ദെൻ ടു സ്ട്രൈക്സ്. കാരണം ടു ഗെറ്റ് ദ സപ്പോർട്ട് ബോത്ത് ബിസിനസ് പെർസ്പെക്റ്റീവ് ഓൾസോ ആൻഡ് ടെക്നിക് പെർസ്പെക്റ്റീവ് I'll ഓൾസോ. give you all the support. Don't worry. താങ്ക് യു. എന്തായാലും കൊള്ളാം, ഗംഭീരം. ആദ്യം നമുക്കൊന്ന് മാർക്കറ്റ് ഡിമാൻഡ് നോക്കിയേക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വോട്ടിംഗ് മെഷീൻ എടുത്തോളൂ, എന്നിട്ട് നിങ്ങളുടെ ബട്ടൺ അമർത്തിക്കോളൂ. ഇദ്ദേഹത്തിന്റെ ഐഡിയയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ, ഓഡിയൻസ് അവരുടെ വേർഡിക്റ്റ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞോളൂ. 1.2 CR 6.5%. ഞങ്ങൾ 3C ആണ് ബേസ് ചെയ്യുന്നത്. അതിലിപ്പോ ഓൾമോസ്റ്റ് ഒരു 80 ലാക്ക് കമ്മിറ്റഡ് ആണ്. 40 ലാക്ക് ബൈ മൈറ്റി, സമൃദ്ധി വഴി ഫോളോ ഫണ്ടിങ് ആൻഡ് 40 ലാക്ക് ടു ആൻ ഏഞ്ചൽ. ബിക്കോസ് നമ്മൾ ടെക്നോളജി പാർട്ട്നേഴ്സും കൂടിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ടെക്നോളജി ഫോർ ഫിക്സഡ് ഭാരത് 2047. സോ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ ഈസി ആയിരുന്നു ഔട്ട് ഇൻ ടു ദ ഈക്കോ സിസ്റ്റം. താങ്ക് യു. അപ്പോൾ വരൂ അർച്ചന മേഡം, നിങ്ങളാണ് ബസർ അമർത്തിയത്. നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ നിങ്ങളുടെ ഓഫർ പറഞ്ഞോളൂ. എന്റെ ഓഫർ 1.2 CR for 6.5%. ഇദ്ദേഹം പറഞ്ഞ ആസ്ക് എത്രയായാലും ഞാൻ അത് തന്നെ ചെയ്യുന്നുണ്ട്. ഈ ബ്ലോക്ക് ബട്ടൺ തന്നെ ആയിരിക്കും. എന്നാ വരൂ, കൈ കൊടുത്തോളൂ. അർച്ചന മേഡം, ഞങ്ങളെ കൂടെ കൂട്ടുമോ? താങ്ക് യു സോ മച്ച്. I mean, really impressive. അപ്പോൾ ഈ ഒരു യാത്ര കൂടുതൽ എനർജറ്റിക് ആക്കാൻ നിങ്ങളുടെ കയ്യിൽ വല്ല വഴിയുണ്ടോ? അതായത് ബാക്കി ടൈറ്റൻസിന്റെ മുന്നിൽ വാതിൽ തുറക്കുന്ന രീതിക്കോ മറ്റോ? എനിക്ക് താല്പര്യമുണ്ട്. ആഹാ, കൊള്ളാലോ. ഞാൻ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യാൻ റെഡിയാണ്. ഡൺ. അപ്പോൾ എല്ലാരും ഉണ്ടോ? അല്ല, ഇദ്ദേഹം 1.2 പറയുന്നുണ്ട്. അർച്ചന 1.2-വിൽ എത്ര ചെയ്യുന്നുണ്ടോ അത്ര തന്നെ എന്റെ ഉണ്ടാവും. അവരെത്ര കൂട്ടുന്നു അത്രയും ഞാനും കൂട്ടും. Done. ഐ വിൽ ഡു 50. 25 lakhs. 25 lakhs. 25 lakhs കൊണ്ടൊന്നും ഒന്നും ആവാൻ പോണില്ല. 50. 1 crore, at least 1 crore. 1. I think ഇതൊരു നാഷണൽ ഇൻട്രസ്റ്റ് ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ 1 കോടി കുറയുന്ന കാര്യം ആരും ആലോചിക്കണ്ട. ഐ എം വെരി ക്ലിയർ. 270. അങ്ങനെ പറ. ഡൺ. 70 ഡൺ. പ്രിയങ്ക 70. കം ഓൺ. എന്നാൽ ഇത്രയൊക്കെ എടുത്തില്ലേ? അപ്പൊ പിന്നെ ഓക്കെ. അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഓഫർ ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഋത്തിക്ക് പ്ലാൻ ചെയ്ത് വന്നത് 1.2 CR ആയിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോകാൻ പോകുന്നതിൽ 1.2 crore അർച്ചന മാഡം തന്നെ ആദ്യം കൊടുത്തു. 1.2 crore സന്ദേശ് സാറും തരുന്നു. 70 lakh അനുപം സാർ, പ്രിയങ്ക, പിന്നെ ജിമ്മി സാറും ചേർന്ന് തരുന്നു. അപ്പോൾ മൊത്തം എത്രയായി? മൊത്തം 4 4. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ടൈറ്റൻസിന് കൂടി ഒന്ന് കൈ കൊടുത്താൽ സംഗതി അടിപൊളി. ഏറ്റവും അത് ഞാൻ തന്നെ ആവട്ടെ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് റിയലി ഇംപ്രസീവ്. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. ഇങ്ങനൊരു പുതിയ ടെക്നോളജിയെ പറ്റി പറഞ്ഞു തന്നു. ഒപ്പം മെയ്ഡ് ഇൻ ഇന്ത്യ, അതിൻ്റെ ഒരു അത്ഭുതം കൂടി നിങ്ങൾ കാണിച്ചു തന്നു. ഇവിടുന്ന് നിങ്ങൾ കൈ നിറയെ പൈസ കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചതിന്റെ 3 ഇരട്ടിയാണ് കൊണ്ടുപോകുന്നത്. ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇതെത്ര ഗംഭീര ഐഡിയ ആണെന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം ഇവിടെ വന്നു, ഐഡിയ പറഞ്ഞു, ഇത്രയും പേര് ഒന്നിച്ചു ചേർന്ന് പൈസ കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇത് കാണുന്നത്ര എളുപ്പമായിരിക്കുകയും ഇല്ല. അല്ല, അപ്പൊ നിങ്ങൾ ഇത് എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് ഇന്ന് വരെ ഓക്കെ. ഇതുവരെ എങ്ങനെ എത്തുന്നതിനിടയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു, അതുകൂടി എല്ലാവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കൂ. അതായത് എന്റെ ഈ മൊത്തം ജേർണി ഞാൻ ബാച്ചിലറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അന്ന് ഞാൻ 3rd ഇയറിലായിരുന്നു. അന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, ഊബർ എലിവേറ്റ്, ദ ഫസ്റ്റ് കമ്പനി ടു ബിൽഡ് എ ടാക്സീസ്. എനിക്ക് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള കുറെ ചാൻസ് കിട്ടി, കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരവും കിട്ടി. 2020 when I was there, എനിക്ക് തോന്നിയത് ഇന്ത്യയിലെ എക്കണോമിക്കലായ രീതിയിൽ ഏവിയേഷൻ ഒന്നിലും നടക്കുന്നില്ല. സോ when I came back, എപ്പോഴും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മാസ്റ്റേഴ്സിന് വേണ്ടി പോയപ്പോൾ ഫസ്റ്റ് ഐഡിയ എങ്ങനെയെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നായിരുന്നു. ദാറ്റ് ഈസ് ദ വിഷൻ, ദാറ്റ് ഈസ് ദ മിഷൻ. ആ സമയത്ത് എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഒരാളാണ് എൻ്റെ കോ ഫൗണ്ടർ ഷൈൻദീപ്. ഹി വാസ് ഇൻ ഇവായ് തബി. അവനൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് വെറും ടെക് മാത്രമേ പിടിയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവനാണെങ്കിലും മാർക്കറ്റ് സൈറ്റ്സ്, ഫണ്ടിങ്, ഗ്രാൻഡ് എങ്ങനെ നേടാം, ക്യാപിറ്റൽ എങ്ങനെ കണ്ടെത്താം. ഹി സെഡ് വിത്ത് ഋത്വിക്, ഐ വിൽ പുട്ട് എ ഫ്രണ്ട് ക്യാപിറ്റൽ ഇഫ് യു വാണ്ട് ആൻഡ് ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. ആൻഡ് ഐ ഓൺ റോഡ് ബോർഡഡ് സൈൻദീപ് ആസ് എ കോ ഫൗണ്ടർ. അതായത് എനിക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പ് മാത്രം പോരാ, ബട്ട് ഐ വാണ്ട് സംതിങ് വെർ യു ക്യാൻ കോൺട്രിബ്യൂട്ട് മോർ. ഐ റിയലി സർപ്രൈസ്. The first guy we both met, in which plan he was with us. He was 16 years. The guy who got a 30 lakhs capital surety. അവനിപ്പോ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. വെരി ഗുഡ്. വിധാൻ വരൂ. റണ്ണിങ്. വേദാൻ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ 16 വയസ്സായിരുന്നു. ഇപ്പോൾ ഏതാണ്ടും ഒരു 20 വയസ്സായി കാണും. അന്ന് ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിനെ പോലെ തന്നെയായിരുന്നു ഞാനും.
ഈ സ്റ്റാർട്ടപ്പിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. 16 വയസ്സായതുകൊണ്ട് ഒരുപാട് ക്ലാസ് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് രാത്രി 2 മണിക്ക് ലൈബ്രറിയിൽ വെച്ചാണ്. അപ്പോഴാണ് എന്നെക്കുറിച്ച് ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറയുന്നത്. ഇന്ന് നിങ്ങളൊക്കെ ഇവിടെ സോൾഡ് ആയതുപോലെ ഞാനൊന്ന് സോൾഡ് ആയിരുന്നു. ശരി, ഇദ്ദേഹം ഒരു മാസ്റ്റർ എന്ന നിലയിൽ എങ്ങനെയാണ്? വഴക്കൊക്കെ പറയാറുണ്ടോ? പിന്നെ വഴക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് 16 വയസ്സല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയില്ല, മുതിർന്നവരോട്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും വഴക്ക് കേട്ട് ശീലമായി കാണും. അതിൽ വലിയ പുതുമയൊന്നും തോന്നാറില്ല. അങ്ങനെ വഴക്ക് കേട്ടും അറിഞ്ഞൊക്കെ ഞങ്ങൾ ഏതാണ്ട് ഇതുവരെ എത്തിച്ചേർന്നു. കുറെ വഴക്കൊക്കെ ഞാൻ കേൾക്കും, മതിയാകുമ്പോൾ കുറച്ച് തിരിച്ച് അങ്ങോട്ടും കൊടുക്കും. അങ്ങനെ കൊടുത്തൊക്കെയാണ് വളർന്നത്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഫീലിംഗ് വെരി ഗുഡ് ആൻഡ് വെരി പ്രൗഡ് അബൌട്ട് കക്കേശ്വര. പിന്നെ എന്റെ ചേട്ടന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. ദാറ്റ്സ് ആർ ഇന്ത്യ ഷൈനിങ് സ്റ്റോറി. അതായത് പൊതുവെ നമ്മൾ എല്ലായിടത്തുനിന്നും കേൾക്കുന്നതാണ്, ഈ ജെൻസിക്ക് വേണ്ടത്ര ഫോക്കസ് ഇല്ല, അവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഇതുപോലെ ഫോക്കസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ജെൻസീസിനെ നമുക്ക് ആവശ്യമാണ്. തീർച്ചയായും തീർച്ചയായും ഇവരായിരിക്കും ഇന്ത്യ സ്റ്റോറിയെ മുന്നോട്ട് നയിക്കുന്നത്. ഫോർ മീ, നിങ്ങളിപ്പോൾ റൈറ്റ് ബ്രദേഴ്സ് ഓഫ് ഇന്ത്യ ആണ്. അതെ, ഈ റൈറ്റ് ബ്രദേഴ്സ് ആണല്ലോ ആദ്യമായിട്ട് വിമാനം പറത്തിയവര്. എന്റെ അഭിപ്രായത്തിൽ ഇതും ആ ലെവലിലുള്ള ഒരു ഇന്നോവേഷൻ ആണ്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റില്. ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് വരാറുണ്ടെങ്കിലും ഈ സ്റ്റാൻഡിംഗ് ഓവേഷൻ ഇവിടെ ആദ്യമായിട്ടായിരിക്കും. കൺഗ്രാറ്റുലേഷൻസ്, കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു. പ്ലീസ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഈ വണ്ടിയും അതുപോലെ വീടും ഒരു ഇമോഷൻ തന്നെയാണ്. അതിപ്പോൾ ആദ്യത്തെ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഇമോഷൻ കൂടുതലാണ്. പക്ഷേ നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് എത്രമാത്രം ശ്രദ്ധിക്കുന്നോ, എത്രമാത്രം അധ്വാനിക്കുന്നോ, അതുപോലെയൊക്കെ വണ്ടി വാങ്ങിക്കുന്ന സമയത്തും ചെയ്യാറുണ്ടോ? നമ്മുടെയൊക്കെ വിചാരം നമ്മളത് ശ്രദ്ധയോടുകൂടി തന്നെയാണ് ചെയ്യുന്നതെന്നാണ്. പക്ഷേ അപ്പോഴും എവിടെയെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് പറയാനാണ് നമ്മുടെ നെക്സ്റ്റ് ഐഡിയ ബാസ് വരുന്നത്. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം ഇൻഡോറിൽ നിന്നുള്ള പൂർണിമയെയും അമിത്തിനെയും. പൂർണിമ, അമിത്, ഐഡിയ ബാസിന്റെ വേദിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തീർച്ചയായും. ഗുഡ് ലക്ക്. താങ്ക് യു. നമസ്കാരം ടൈറ്റൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു കാർ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു സ്വപ്ന സാഫല്യം തന്നെയാണ്. നമ്മുടെ ജീവനേക്കാൾ വിലയുള്ള ആ വണ്ടിയെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനും നന്നായി വെക്കാനും എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? പൂമാല കൊണ്ട് അലങ്കരിക്കും, നാരങ്ങയുടെ മുകളിൽ കൂടി കയറ്റിയിറക്കും, ഷോറൂമിന് നേരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകും, തേങ്ങയുടയ്ക്കും. അതുപോലെ നമ്മുടെ വണ്ടി ആദ്യം ക്ലീൻ ചെയ്യുന്ന ചേട്ടന് നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കും. അല്ല ചേട്ടാ, വണ്ടി പുതിയതാണ്, ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വേണേ. ടൈറ്റൻസ് പലപ്പോഴും കാർ ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് തന്നെ ദൃഷ്ടിപ്പെടാറുണ്ട്. ഈ വണ്ടിക്ക് പറ്റിയതുപോലെ എല്ലാ വിധത്തിലും ഡെലിവറിക്ക് റെഡിയാ. നല്ല തിളങ്ങുന്ന പോളിഷ്ഡ് കാർ. പക്ഷേ ഈ വണ്ടി റീപെയിന്റഡ് ആണ്. ഇതിന്റെ ടയറിന്റെ കണ്ടീഷൻ എല്ലാ രീതിയിലും മോശമാണ്. മാത്രമല്ല ഇതിന്റെ ബാറ്ററി വളരെ ഡൗൺ ആണ്. അതേപോലെ പറയാൻ പറ്റാത്തതായി കുറെ പ്രോബ്ലംസ് ഈ കാറിനുണ്ട്. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഡീലർ ഈ കാറിന് നന്നായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹലോ ടൈറ്റൻസ്, ഞാൻ പൂർണിമ കദം. ഞാനാണ് അമിത് കദം. ടൈറ്റൻസ് ഉപയോഗത്തിൽ 60% ഓഫ് കാർസ് ഉണ്ട്. അതിൽ 90% ഓഫ് കാർസ് യൂസ്ഡ് കാർസ് ആണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. കസ്റ്റമേഴ്സിന് ഈ കാർസ് അതേ രീതിയിൽ തന്നെയാണ് വിൽക്കുന്നതും. അതുകൊണ്ട് കാർ ബയേഴ്സിന് ഇതുപോലത്തെ സ്കാമിൽ നിന്ന് രക്ഷപ്പെടാനായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ചെക്ക് കർ ദോ. ചെക്ക് കർ ദോ ഇന്ത്യയിൽ തന്നെ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ബ്രാൻഡാണ്. അത് യൂസ്ഡ് കാർ ആവട്ടെ അല്ലെങ്കിൽ പുതിയ കാർ ആവട്ടെ, നമ്മൾ അത് 2000-ലും കൂടുതൽ ചെക്ക് പോയിന്റ്സ് വെച്ച് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും ഉണ്ടാക്കുന്നു. കാരണം എന്തൊക്കെ ഗ്യാരണ്ടികൾ അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അതായത് ടയർ, ബാറ്ററി, പെയിന്റ്, അതുപോലെ ഇന്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എൻജിൻ സ്കാൻ മുതൽ മെക്കാനിക്കൽ ഫോൾട്ട് വരെ ഞങ്ങളുടെ എക്സ്പേർട്സ് വളരെ കൃത്യമായി ചെക്ക് ചെയ്യുന്നുണ്ട്. അതും കേവലം 999 രൂപയ്ക്ക്. ടൈറ്റൻസ്, ഞങ്ങൾ 1000 തരം കാറുകൾ ഇന്ന് വരെ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 70% കാർസിന് എങ്ങനെയാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ സ്കാമിൽ നിന്ന് രക്ഷിക്കുന്നത്. സാധാരണ നിലയിൽ നമുക്കൊരു കാർ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി 40 തൊട്ട് 45 മിനിറ്റ് വരെ ആവശ്യം വരും. ഇപ്പൊ നമ്മൾ AI ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം ആ സമയമൊക്കെ കുറച്ച് നമുക്കൊരു 5 to 10 മിനിറ്റ് മതി. മാത്രമല്ല ഈ ടെക്നോളജി വരുന്ന കാലത്ത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിക്കും. ഇന്ത്യയിൽ ആര് കാർ മേടിച്ചാലും അവരുടെ പ്രതീക്ഷ ചെക്ക് കർ ദോയിലായിരിക്കണം. അതാണ് ഞങ്ങളുടെ സ്വപ്നം. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങളുടെ ആസ്കാണ്
40 lakh rupees on convertible notes with 20% discount. അപ്പോ ടൈറ്റൻസ് ഞങ്ങളുമായിട്ടൊരു ഡീലിന് റെഡിയാണോ? ഒന്ന് സെറ്റാക്കി തരുന്നേ. ഓക്കെ, എന്നാ പിന്നെ സെറ്റാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ പ്രശ്നം ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ഞാനും മുമ്പ് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചിട്ട് വളരെ മോശം അവസ്ഥയിൽ പെട്ടിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണോ വണ്ടി വാങ്ങിയത് അത്രയും രൂപ 10-15 ദിവസത്തിനുള്ളിൽ റിപ്പയറിന് തന്നെ ചിലവായി. നിങ്ങൾക്കും അങ്ങനെ വല്ല അനുഭവം ഉണ്ടായോ? അതിനുശേഷമാണോ ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത്? തീർച്ചയായും. ഞങ്ങൾക്കൊരു കസിൻ ഉണ്ട്. അദ്ദേഹം ഇതുപോലെ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ പോയി. അപ്പോൾ ഇദ്ദേഹവും അവന്റെ കൂടെ പോയിരുന്നു. കാരണം ഇദ്ദേഹത്തിന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ ഇദ്ദേഹം വണ്ടി കുറച്ച് കാര്യമായിട്ട് തന്നെ ചെക്ക് ചെയ്തു. നോക്കിയ കൂട്ടത്തില് അവിടെ ഇവിടെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹം കണ്ടുപിടിച്ചു. അങ്ങനെ വണ്ടി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കസിൻ കുറച്ച് ഡിസപ്പോയിന്റ് ആയി. ഞാൻ കുറച്ച് പൈസയൊക്കെ സ്വരുക്കൂട്ടി കാർ മേടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് അദ്ദേഹം കാർ മേടിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടെന്ന്. വണ്ടി റീപെയിന്റഡ് ആയിരുന്നു, മാത്രമല്ല കുറെ ജോലി ഉണ്ടായിരുന്നു അതിൽ ചെയ്യാൻ. തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു ഡിസ്കഷൻ നടത്തി. അതായത് മാർക്കറ്റിൽ കുറെ സ്കാംസ് നടക്കുന്നുണ്ട്, അതിൽ നിന്ന് എങ്ങനെ ജനങ്ങളെ രക്ഷിക്കാമെന്ന്. പിന്നീട് ഡിസ്കസ് ചെയ്ത് ഈ ഒരു ഐഡിയയിലേക്ക് വന്ന് അതിനുള്ള റിസർച്ച് നടത്തി വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ എത്തിപ്പെടുകയും ചെയ്തു. ഇതിപ്പോ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ കാര്യമാണല്ലോ പറഞ്ഞത്. പക്ഷേ പുതിയ വണ്ടികൾക്ക് ഈ പ്രശ്നം ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ സർ, പുതിയ കാറിൽ റീപെയിന്റഡ് പാർട്സ്, ടയർ ചേഞ്ച് ചെയ്യും, യാർഡിൽ നിന്ന് പഴയതാവുന്ന സ്റ്റോക്ക് എല്ലാം ഏകദേശം 6-7 മാസത്തിന്റെ പഴക്കം ഉണ്ടാവുന്നതിന് അതെല്ലാം 6-7 മാസം കഴിഞ്ഞിട്ടാണ് സെല് ചെയ്യുന്നത്. അതിനൊക്കെ ഇന്നത്തെ പ്രൈസിങ് ചെയ്യും. അതെല്ലാം ഞങ്ങൾ കസ്റ്റമറിനോട് ഓപ്പൺ ആയിട്ട് പറയും. ഇന്ന് വരെ ഞങ്ങൾ ചെക്ക് ചെയ്ത കാർസിൽ ഏകദേശം 70% പുതിയ കാറായിരുന്നു. എല്ലാത്തിലും തീർച്ചയായും എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. നിങ്ങൾ ആപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണോ? അതെ സർ, ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. അതുവഴിയാണ് ഞങ്ങൾ ബുക്കിംഗ്സ് എടുക്കുന്നത്. ബുക്കിംഗ്സ് വന്ന ഉടനെ തന്നെ ഞങ്ങൾ അതിനുള്ള ടെക്നീഷ്യൻസിനെ അപ്പോയിന്റ് ചെയ്യും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടൂൾസ് അവർ വണ്ടി ഇൻസ്പെക്ട് ചെയ്യും. ടൈറ്റൻസ്, വി വിൽ ഓപ്പൺ ദി ഫ്ലോർ ഫോർ യു. നിങ്ങൾ പറഞ്ഞൊരു പ്രോബ്ലം വളരെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ടൂൾസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? എക്സാമ്പിൾ പെയിന്റ് തിക്നെസ്. അത് വെച്ച് നമുക്ക് വണ്ടി റീപെയിന്റഡ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് ക്വാളിറ്റി ഓഫ് റീപെയിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്, അതിനാണ് ഒരു പെയിന്റ് തിക്നെസ് മീറ്റർ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ടയർ എത്ര ദൂരം പോയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഗേജ് ഉണ്ട്. അത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ടയറിനകത്ത് എത്ര മെറ്റീരിയൽ ബാക്കിയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ബാറ്ററിയുടെ യഥാർത്ഥ കണ്ടീഷൻ എന്താണെന്ന്, അതിന്റെ ലൈഫ് സൈക്കിളും എത്ര മാസം യൂസ് ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇതെല്ലാം ഞങ്ങൾ പൂർണ്ണമായി ചെക്ക് ചെയ്യാറുണ്ട്. എഞ്ചിന്റെ അകത്ത് കുറെ സെൻസേഴ്സ് ഉണ്ട്. അതെല്ലാം ചെക്ക് ചെയ്യാൻ ഞങ്ങളുടെ OBD സ്കാനർ ഉണ്ട്. മാത്രമല്ല മീറ്റർ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെന്നും അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. 1,00,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടികളെ ഡീലേഴ്സേ ഒരു 50,000 റിവേഴ്സ് ചെയ്ത് റീസെറ്റ് ചെയ്ത് വെക്കും. ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ശരിക്കുള്ള എഞ്ചിൻ ലൈഫ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് റിവേഴ്സ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയധികം സെൻസേഴ്സ് ഉണ്ട്. വണ്ടിയിൽ 500-ലും അധികം സെൻസേഴ്സ് ഉണ്ട്. അതെല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് പറയാറുണ്ട്. ഇപ്പോൾ ഏത് സ്റ്റേജിലുള്ള R&D ആണ്? അതോ പ്രോട്ടോടൈപ്പ് റെഡിയാണോ? അതോ ഇപ്പോൾ മിക്കവാറും നിങ്ങളുടെ ഡിസൈൻ സ്റ്റേജിലാണോ? ഡിസൈൻ സ്റ്റേജിൽ ഞങ്ങൾക്ക് ഇതിനുള്ള ഫണ്ടിങ് വേണം. എന്നാലേ പ്രോബ്ലം ഉള്ള സെൻസേഴ്സ് ഞങ്ങൾക്ക് കണ്ടുപിടിച്ച് അതിൽ സ്പെസിഫിക് ആയി വർക്ക് ചെയ്യാൻ പറ്റൂ. എത്രയാണ് ഇപ്പൊ ഇതില് ചെലവ് പ്രതീക്ഷിക്കുന്നത്? ഏകദേശം ഒരു 10 to 15 ലക്ഷം ആവും ഈ മുഴുവൻ സിസ്റ്റം മേടിക്കാൻ. ഇത് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് മാത്രമാണ്. വഴിയെ നമുക്ക് ആ കോസ്റ്റ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ സമയത്ത് ഏകദേശം 2000-3000 ห้ ഹെൽഡ് സിസ്റ്റം നമുക്ക് റെഡിയാക്കാൻ പറ്റും മാഡം. അത് നമ്മൾ ടെക്നീഷ്യന്റെ കയ്യിൽ തന്നെ കൊടുത്തയക്കാനും പറ്റും. ഞങ്ങളുടെ ആസ്ക് ആണ് 40 lakhs as convertible loan with 20% equity. എങ്ങനെയൊക്കെ നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തേക്കാം. പക്ഷേ ഇതിൽ നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് അധ്വാനിക്കേണ്ടി വരും. ഇതൊരു ബിസിനസ് ആക്കി മാറ്റാൻ. സാർ, ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ കണ്ണട എടുക്കാം. കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് കണ്ണിൽ നോക്കിയിട്ട് വേണമല്ലോ സംസാരിക്കാൻ. ഡീലേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് സാധനങ്ങൾ വിൽക്കുന്നതേ ഉള്ളൂ. സാറ് പറയുന്നത് ഈ വലിയ വലിയ കമ്പനീസാ. ഈ പറഞ്ഞ ഇൻസ്പെക്ഷൻ ഒക്കെ അവർക്ക് വേണ്ടി തന്നെ ചെയ്യുന്നതാ. പിന്നീട് ആ വണ്ടി പർച്ചേസിനും സെയിൽസിനും ഒക്കെ പോകുമ്പോൾ അത് കസ്റ്റമറിന്റെ അടുത്തേക്കാ പോകുന്നത്. കമ്പനി അവിടെ ഇൻസ്പെക്ട് ചെയ്യുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയാ. എന്നിട്ട് കസ്റ്റമറിനോട് പറയും, ഞങ്ങൾ ഈ വണ്ടി ചെക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായി കൊണ്ടുപോകാന്ന്. ബട്ട് ഞങ്ങൾ ഈ അടുത്ത കാലത്ത് വണ്ടി ഇൻസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ആപ്ലിക്കേഷൻ നമുക്ക് കാണിച്ചു തരുന്നു ഇവർ ഈ പറയുന്ന വിശ്വസ്തത സത്യമാണോ ഇല്ലേ എന്ന്. മാത്രമല്ല വണ്ടിയുടെ ഒറിജിനൽ കണ്ടീഷൻ വേറെയാണ്. പക്ഷെ ഞങ്ങൾ കൺസ്യൂമർ ഫോക്കസ്ഡാ. ആൻഡ് അത് മാത്രമല്ല, അത് തന്നെ, അതായത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കോസ്റ്റിംഗ് എത്രയാണ് ഇതിന് വരുന്നത്? ഇപ്പൊ കോസ്റ്റിംഗ് വരുന്നത്, അതായത് വിത്തൗട്ട് ടാക്സ് നോക്കിയാൽ 600 rupees ഞങ്ങളുടെ കയ്യിൽ വരും. 400 rupees ടെക്നീഷ്യന്റെ കയ്യിലേക്ക് പോകും. 50 rupees നമ്മുടെ ഒരു ചാർജ് ആണ്. എന്നിട്ട് ഒരു 50 rupees നമ്മുടെ എക്യുപ്മെന്റും ടൂൾസിനും സോഫ്റ്റ്വെയറിനും ഒക്കെ ചെലവാകും. ആൻഡ് 100 rupees ഞങ്ങളുടെ സാലറിയാണ്. 400 rupees പെർ ഇൻസ്പെക്ഷൻ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആയി കിട്ടാറുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റേജിൽ ആദ്യം നമുക്കൊരു പബ്ലിക് ഒപ്പീനിയൻ നോക്കാം, അതിനുശേഷം സംസാരിക്കാം. ഓഡിയൻസ്, ഇദ്ദേഹം എന്ത് പ്രശ്നമാണ് സോൾവ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് എടുത്തോളൂ. യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ഇദ്ദേഹത്തിന്റെ സർവീസിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണെന്ന്. Wow. 74% ആളുകൾക്ക് ഇത് ആവശ്യമുള്ള ഒന്നായിട്ട് തോന്നുന്നു.
എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആസ്ക് പറഞ്ഞോ. ഞങ്ങളുടെ ആസ്ക് ആണ് 40 lakhs ഓൺ കൺവേർട്ടബിൾ നോട്ട്സ് വിത്ത് 20% ഡിസ്കൗണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഒരു പാഷനേറ്റ് ആയ ഒരു ഫൗണ്ടറാണ്, പറഞ്ഞ പ്രോബ്ലം ജെന്യൂൻ ആണ്. പക്ഷേ ഐഡിയ ഒരു കൊമേഴ്ഷ്യലൈസ് ആകാനുള്ള സാധ്യതയില്ല, സ്കെയിലബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ഏത് രീതിയിലാണ് ഞങ്ങൾ സഹായിക്കേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. പക്ഷേ ഇന്നിപ്പോ പൈസ തരാൻ ഞാൻ റെഡിയാണെന്ന് പറയുന്നില്ല. കാരണം നിങ്ങൾക്കിതിൽ ഇനിയും ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്, ഇതൊരു ബിസിനസ് ലൈനിൽ എത്തിക്കാനുണ്ട്. അപ്പോൾ അനുപം സാർ ഇതിനെ കൈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജിമ്മി സാർ നിങ്ങൾ പറയും. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. പ്രോബ്ലം ശരിയാണ്, പക്ഷേ ടെക്നിക്കലി ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് കൈതരാൻ എനിക്ക് പറ്റില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ പ്രശ്നം ഉണ്ടല്ലോ, അത് ശരിക്കും ജെന്യൂൻ പ്രശ്നം തന്നെയാണ്. ഐ അക്സെപ്റ്റ്. പ്രിയങ്ക, ഓപ്പറേഷണലി വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്, ഇന്ന് എനിക്കും നിങ്ങൾക്ക് കൈ തരാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ വണ്ടികളെ കുറിച്ചൊക്കെ നല്ല അറിവ് കാണുന്നുണ്ട്. പക്ഷേ ഈ അറിവുകളൊക്കെ എങ്ങനെയാണ് പ്രോഡക്റ്റിലേക്ക് മാറ്റുന്നത്? ഐ തിങ്ക് ആ ഒരു യാത്ര ഇനിയും നിങ്ങളുടെ മുന്നിൽ കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്കും ഇന്ന് നിങ്ങൾക്ക് കൈതരാൻ സാധിക്കില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ മോഡൽ ഒരു സ്കെയിലബിൾ മോഡൽ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 6 മാസത്തെ സമയമുണ്ട്. ഞങ്ങളൊക്കെ അടുത്ത സീസണും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങളൊരു മാർക്കറ്റ് റിസർച്ച് ഒക്കെ നടത്തിയിട്ട് വരൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനി അത്തരത്തിലൊരു AI ടൂൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇതേ കാർ തന്നെ കൊണ്ടുവന്ന് അതിവിടുത്തെ ഓൺ സ്ക്രീനിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യൂ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇവിടെയുള്ള 5 ടൈറ്റൻസും ഇവിടെ പൈസയും കൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായും നിങ്ങൾക്കൊരു അവസരം ഒരുക്കും. അന്ന് നിങ്ങൾക്ക് പൈസ കിട്ടുന്നതായിരിക്കും. ഇന്ന് പക്ഷേ സാധിക്കില്ല. മാത്രമല്ല ഇവിടുന്ന് പോയതിനു ശേഷം നിങ്ങൾക്ക് ഒന്നുകൂടി ചിന്തിക്കാനൊരു അവസരം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വഴിയും കിട്ടും. അതായത് സന്ദേശ് സാർ പറഞ്ഞതുപോലെ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. അതുകൊണ്ട് വൈകാതെ ഈ വേദിയിലേക്ക് തിരിച്ചു വരിക, വലിയൊരു ഇൻവെസ്റ്റ്മെന്റുമായിട്ട് തിരിച്ചു പോവുക. എന്തായാലും ഇങ്ങോട്ട് വന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഒരുപാട് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്, ഒരുപാട് ബിസിനസ് അസോസിയേഷൻസ് നമ്മളോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട്. നമ്മോടൊപ്പം ഇന്നിവിടെ മിസ്റ്റർ ആശിഷ് ഗരുഡയുണ്ട്. അദ്ദേഹം മാജിക് ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ ഡയറക്ടറാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളോട് മാജിക് ബിസിനസ് ഇൻക്യുബേറ്ററിനെ പറ്റി ഒന്ന് പറയൂ. ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുതരം NTT ആണ്. അത് ഈ സ്റ്റാർട്ടപ്പുകളെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി രാജ്യം മുഴുവനും ഇത് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ മറാഠി ആണെങ്കിൽ കുറച്ച് മറാഠിയൊക്കെ നന്നായിട്ട് പറയൂ. बेसिकली ग्रामीण भागांमध्ये इन्क्युबेटर्सची खूप गरज आहे असं आम्हाला 10 वर्षापूर्वी वाटलं आणि तेव्हा आम्ही भारतातलं Tier 2 सिटीतलं पहिलं इन्क्युबेशन सेंटर औरंगाबादला एस्टॅब्लिश केलं. औरंगाबादच्या शेजारी जालना नावाचं गाव आहे 60 किलोमीटर्स दूर. तिथे आता भारतातलं पहिलं ITI लेवलचं इन्क्युबेशन सेंटर सुद्धा आम्ही एस्टॅब्लिश करतोय, ज्याचं उद्घाटन लवकरच होईल. आमचा पूर्ण विश्वास आहे की इनोव्हेटर्स किंवा स्टार्टअप्स हे IIM IITतनंच फक्त निष्पन्न होतात असं नाहीये. एकदम छोट्या गावातनं सुद्धा चांगले ग्रासरूट इनोव्हेटर्स आहेत ज्यांच्याशी आम्ही कनेक्टेड आहोत. നന്നായി പറഞ്ഞു. മസ്ത് ബോലാത്. താങ്ക് യു ആശിഷ് സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഐഡിയ ബാസിന്റെ ഈ വേദിയിൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഒരു പാർട്ടിയൊക്കെ വേണമെന്ന് ചിന്തിക്കുകയാണ്. എന്താ വേണമെന്നില്ലേ? അപ്പോൾ ഒരു പാർട്ടിക്ക് പറ്റിയ അന്തരീക്ഷവും പാർട്ടി വൈബുമായിട്ടാണ് നമ്മുടെ അടുത്ത ഐഡിയ ബാസ് വരുന്നത്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ടീം സ്പിൻ ഇറ്റ് അപ്പിനെ. അടിപൊളി. വൗ. What's up, people? I wanna call my gang Sudeep Bansal and Kashish Dev. Love the style, love the style. The swag is amazing. ആ ഹെയർ പിന്നെ ആരുടെ മുടിയെ കുറിച്ചാ പറയുന്നേ? ഇദ്ദേഹത്തിന്റെ മുടിയാണോ?
Hey Titans, I am Dr. Sanjay Meria, also one of the spin doctor worldwide. ഞാൻ തുടക്കം കുറിച്ചത് ആസ് എ ഡോക്ടർ. ഓൺ മൈ റൈറ്റ് ഹാൻഡ് സ്റ്റെതസ്കോപ്പ്, ഓൺ മൈ ലെഫ്റ്റ് ഹാൻഡ് എന്റെ DJ കൺസോൾ. പ്യുവർ പേഷ്യൻസ്. ശരിക്കും പേഷ്യൻസ് ഒക്കെ എവിടെയാ? പേഷ്യൻസിനെ ഞാൻ വീട്ടിലാണ് നോക്കുന്നത്. അല്ല, ഇത് കേട്ടിട്ട് പേഷ്യൻസ് ചിലപ്പോൾ കറങ്ങി. ആദ്യം ഞാൻ ആളുകളുടെ ഹാർട്ട് ബീറ്റാ ചെക്ക് ചെയ്തിരുന്നത്, പക്ഷേ ഇപ്പോൾ ഡാൻസ് ചെയ്യുന്നവരുടെ കപ്പാസിറ്റി കൂടെ നോക്കുന്നു. ആൻഡ് ദിസ് ഈസ് മൈ ഗ്യാങ്. നല്ല വലിയ ഗ്യാങ് ആണല്ലോ. ഹലോ ടൈറ്റൻസ്, ഞാൻ സുദീപ് ബൻസൽ. ആദ്യം മൺഡേ ടു ഫ്രൈഡേ ടെക്കി ആയിരുന്നു, പിന്നെ സാറ്റർഡേ സൺഡേ DJ. 18 വർഷത്തിന് ശേഷം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതാണ്, പാഷനും ഒക്യുപേഷനും കൂടി മിക്സ് ചെയ്യാനായിട്ട്, പിന്നെ ഇന്ത്യൻ നൈറ്റ് ലൈഫിനെ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ടും. പിന്നെ എന്റെ പേര് കശിഷ്. നൈറ്റ് ലൈഫിന്റെ പൾസും ഇൻഫ്ലുവൻസും പിന്നെ മാർക്കറ്റിംഗിന്റെ എക്സ്പീരിയൻസും കൊണ്ട് ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ ഞാൻ വന്നിരിക്കുന്നു ഒരു ഡിജിറ്റൽ ട്വിസ്റ്റുമായി. ഇക്കാലത്ത് DJ പാർട്ടിയിൽ ഹേ DJ ക്യാൻ യു പ്ലേ ദിസ് സോങ് എന്ന് പറയാതെ ഒരു രക്ഷയുമില്ല. എല്ലാ കൺസോളിന്റെയും പുറകിൽ ഒരു കാര്യം ഉണ്ടാവും, അതെന്താണെന്ന് വെച്ചാൽ സോങ് റിക്വസ്റ്റ്. ആൻഡ് ഐ ആം ഷുവർ എവ്രിവൺ ഈസ് ടയർഡ് ഓഫ് ദിസ്. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു സ്പിൻ ഇറ്റ് അപ്പ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഓഡിയൻസ് വന്നിട്ട് ഞങ്ങൾക്ക് ഈ പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞാൽ അരിജിത് സിംഗിന്റെ ഈ ട്രാക്ക് എന്തായാലും പ്ലേ ചെയ്യണം. വി ആർ ടയർഡ് ഓഫ് ദിസ്. ആൻഡ് DJ ഏതൊരു പാർട്ടിയുടെയും അണ്ടർപെയ്ഡ് ജീനി ആയി കഴിഞ്ഞു. ആൻഡ് ഐ എം നോട്ട് ഈവൻ ടോക്കിംഗ് അബൌട്ട് ദ ബിഗ് DJs അറ്റ് ദിസ് പോയിന്റ്. ഞാൻ പറഞ്ഞു വരുന്നത് 10 ലക്ഷത്തിൽ താഴെ വരുന്ന ചെറിയ ആർട്ടിസ്റ്റിനെ കുറിച്ചാണ്. അവർക്കൊരിക്കലും അവർക്ക് അവകാശപ്പെട്ട എക്സ്പോഷറോ പൈസയോ കിട്ടുന്നില്ല. DJ കൺസോളിന്റെ പുറകിൽ എന്താ നടക്കുന്നത്? സ്റ്റാർട്ട് ഏറ്റവും ആദ്യം നടക്കുന്നു, എന്റെ ഏറ്റവും അവസാനം നടക്കുന്നു. പാർട്ടിയിൽ മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ എന്റെ പേയ്മെന്റ് എപ്പോഴാ വരുന്നെന്ന് പറഞ്ഞ് അവന് പാവം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് DJസിനെ പാർട്ടി കൊഴിപ്പിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇതുവരെ അതിനെ പറ്റിയിട്ട് ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ദാറ്റ്സ് വൈ വി ഹാവ് സ്പിൻ ഇറ്റ് അപ്പ്, ആൻ ആപ്പ് ബൈ ദ DJs ഫോർ ദ DJs. സ്പിൻ ഇറ്റ് അപ്പ് ഒരു ഡിജിറ്റൽ ആപ്പ് പ്ലാറ്റ്ഫോമാണ്. ഇതൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റിനെ അവരുടെ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ്, അതും ഒരു സിമ്പിൾ QR സ്കാനിന്റെ സഹായത്തോടെ. പാർട്ടി നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അല്ലെങ്കിൽ ഷൗട്ട് ഔട്ട് ഇതെല്ലാം ആർട്ടിസ്റ്റിനോട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രീസെറ്റ് പൈസ എടുത്താൽ മാത്രം മതി. സ്പിൻ ഇറ്റ് അപ്പ് പെർ ട്രാൻസാക്ഷന് 10% മാത്രമേ പ്ലാറ്റ്ഫോം ഫീസ് എടുക്കുന്നുള്ളൂ. ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല. ഞങ്ങളുടെ QR കോഡ് ആർട്ടിസ്റ്റ് ഇപ്പോൾ ഓഫ്ലൈൻ പ്രൊഫൈലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. We are here to digitalize and organize the Indian nightlife. അതുപോലെ ആർട്ടിസ്റ്റിന് അവർക്ക് അവകാശപ്പെട്ട റെക്കഗ്നേഷനും റിവാർഡും ഒക്കെ കൊടുക്കുന്നു. സോ റേസ് യുവർ ഹാൻഡ് ഇഫ് യു ആർ ആപ്പ് ഫോർ സ്പിൻ ഇറ്റ് അപ്പ്. ഇത് ആർട്ടിസ്റ്റിനെ ഫ്രീ ലാൻസേഴ്സിൽ നിന്ന് ഫൗണ്ടറാക്കി മാറ്റുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊരു ഡോക്ടറാണല്ലോ, ഈ ഒരു കോമ്പിനേഷൻ എത്ര നാളായിട്ട് കൊണ്ടു നടക്കുന്നു? എപ്പോഴാണ് ഇത് ഇങ്ങനെ ആക്കാമെന്ന് തോന്നിയത്? ഞാൻ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുമ്പോൾ തന്നെ DJ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഡോക്ടർ ആയതിനു ശേഷം 1-2 വർഷം പ്രാക്ടീസ് ചെയ്തതിനു ശേഷവും പിന്നെ മ്യൂസിക് എന്നെ വിളിക്കുന്നതായി എനിക്ക് മനസ്സിലായി. ഫുൾ ടൈം മ്യൂസിക്. സാർ വിരോധമില്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ കഴിക്കാട്ടോ. അഴിക്കണം. അഴിച്ചോളൂ, ആ നല്ലത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ലല്ല സാർ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം കണ്ണി നോക്കി സംസാരിക്കണല്ലോ, എന്താ വേണ്ടേ? അപ്പോഴേക്കും കണ്ണട ഊരി ഇൻവെസ്റ്റ്മെന്റ് കാര്യം പറഞ്ഞാൽ മതിയല്ലോ. എന്നാ പിന്നെ നമ്മുടെ ടൈറ്റൻസിന് നിങ്ങളുടെ ആപ്പ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കും. Absolutely. ഞാൻ എന്റെ സ്ഥലത്തേക്ക് പോവാം. ഷുവർ. വീണ്ടും പാട്ട് വയ്ക്കാൻ പോവാ? ഓ കൊള്ളാലോ, ഇന്ന് അടിച്ചുപൊളി പാർട്ടി. Alright. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ ഒരു സ്പിൻ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. സ്പിൻ ഡോക്ടർ എന്ന് പറഞ്ഞാ പോരെ? ആയിക്കോട്ടെ, സോറി. അപ്പോൾ സ്പിൻ സ്വന്തം ഫോണിൽ നിന്ന് അങ്ങോട്ട് പോകുക ലൈവായിട്ട്. ദിസ് ഈസ് മൈ ആപ്പ്. ഞാനൊരു പാർട്ടിക്ക് പോകുന്ന വ്യക്തിയാണ്. ഞാൻ ക്ലബിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഈ സ്പിൻ ഡോക്ടറുടെ QR സ്കാൻ ചെയ്ത് ഇത് ഓൾമോസ്റ്റ് എല്ലായിടത്തും പതിപ്പിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ നമുക്കിവിടെ ആരാ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാൻ സാധിക്കും. സ്പിൻ ഡോക്ടറാണ്. സാധാരണ നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ ഇരുട്ടത്ത് ആരാണ് പ്ലേ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. രാത്രി മുഴുവൻ നിന്ന് പാട്ട് വയ്ക്കുന്നുണ്ടോ, പക്ഷെ ഒരു റെക്കഗ്നേഷനും കിട്ടില്ല. ഇപ്പം നമുക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ഇനി നമുക്ക് സോങ് റിക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇനി എൻ്റെ ഫേവറേറ്റ് പാട്ട്, ആ പാട്ടിനോടൊപ്പം നിങ്ങൾക്കൊരു ഷൗട്ട് ഔട്ടും ആഡ് ചെയ്യാൻ സാധിക്കും. ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോൺ നമ്പർ ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം പോകുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്കായിരിക്കും. സ്പിന്നപ്പോൾ ഇവിടെ 50 രൂപയാണ് വെച്ചിരിക്കുന്നത് ഒരു പാട്ടിന്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 50 രൂപ കൊടുത്തിട്ട് ഇനി ക്യൂവിലേക്ക് വരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് സ്പിൻ ഡോക്ടറെയാണ്. അദ്ദേഹത്തിന് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ ചെയ്യാം. സോ ഐ ഹാവ് ദി മാപ്പ് നൗ ഓൺ മൈ സൈഡ്. കാലാ ചഷ്മ പ്ലേ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ബിഗ് ഫാൻ ഓഫ് പ്രതീക്. ഒരു ഷൗട്ട് ഓഫ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇറ്റ്സ് വെരി സിമ്പിൾ, എനിക്ക് എക്സെപ്ഷണലി ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിപ്പ് ഹോപ്പ് ഏതെങ്കിലും ഹിന്ദി സോങ് ആണ് പറയുന്നത്, അതെനിക്ക് ഫിറ്റ് ആവില്ല. അത് ഞാൻ ഇൻസ്റ്റന്റ്ലി റിജക്ട് ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് അയാളുടെ പൈസ ഉടനെ തിരിച്ചു കിട്ടുകയും ചെയ്യും. പക്ഷേ അതിപ്പോൾ ഇനി എൻ്റെ കയ്യിലുള്ള പാട്ടാണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 30 minutes ഉണ്ട് എനിക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഐ ഹാവ് ടു, ഇറ്റ്സ് വെരി സിമ്പിൾ. സോ നൗ ഈസ് അക്സെപ്റ്റഡ് ആൻഡ് ഐ ഹാവ് 29 minutes ടു പ്ലേ. അപ്പോൾ ഷൗട്ട് ഔട്ട് തരണമെന്നുണ്ടെങ്കിൽ പ്രതീക് സാർ, നിങ്ങൾ ആള് സൂപ്പർ ആട്ടോ. ഓക്കേ ഗൈസ് എവരിബഡി, മേ ആജേ തുക്മാ, മേക്ക് സം നോയ്സ് ടൈറ്റൻസ്, ലെറ്റ്സ് ഗോ.
വൺസ് മൈ സോങ് ഈസ് പ്ലേഡ് ഞാൻ ഈ ടാസ്ക് ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ദേ അവിടെ കസ്റ്റമർ സൈഡിലേക്ക് ദേ അങ്ങോട്ട് നോക്കൂ. Okay, I can read spin performance as well as, completing my request. And I goes into loop mode, I can request in another song. അല്ലെങ്കിൽ എനിക്ക് സ്പിന്നിൻ്റെ പ്രൊഫൈൽ നോക്കാം, അയാളത് നൈസായിട്ട് പ്ലേ ചെയ്തോ എന്ന്. അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബിൽ, പിന്നെ ഇൻസ്റ്റഗ്രാമിലെ ആക്ടിവിറ്റീസ്, പിന്നെ അയാൾ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം എനിക്ക് കാണാൻ സാധിക്കും. സ്പിന്നിൻ്റെ റീമിക്സ് ആൻഡ് ക്രിയേഷൻസ് അയാൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാം എനിക്ക് കാണാൻ സാധിക്കും. അതുപോലെ അയാൾ ഇനി അടുത്ത് എവിടേക്കാണ് പ്ലേ ചെയ്യാൻ പോകുന്നത് അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം നമ്മുടെ ഓഫ്ലൈൻ പ്രൊഫൈലാണ്. ഇനിയിപ്പോൾ എൻ്റെ കെയർ ഓഫ് എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കല്യാണം ആയാലും അത് സ്പിന്നിന് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബുക്കിംഗ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ അത് സ്പിന്നിന് ഒരു ലീഡ് കിട്ടുന്നു. അതുവഴി കസ്റ്റമർ സ്പിന്ന് തമ്മിൽ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ചെയ്യാം. അതുവഴി അവർക്ക് ആ പ്രോഗ്രാം ഫിക്സ് ചെയ്യാം. വാവ്. പ്രോബ്ലം ആയിട്ട് നിങ്ങൾ പറയുന്നത് ഈ സോങ് റിക്വസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഈ സോങ് റിക്വസ്റ്റ് ചെയ്യുന്നുള്ളത് ആരുടെയും ശീലമൊന്നും അല്ലല്ലോ. ആരും അത്ര അടിമയൊന്നുമല്ലല്ലോ ശീലത്തിന്. അതിനിപ്പോ നിങ്ങളുടെ കൺസ്യൂമർ ഫീഡ്ബാക്ക് എത്രത്തോളം വന്നിട്ടുണ്ട്? മാഡം, അത് ഞങ്ങൾ ഇതിന്റെ മാർക്കറ്റ് ഒന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് ഇപ്പോഴും നടക്കുകയാണ്. പിന്നെ ലോട്ട് ഓഫ് ക്ലബ്സ് ഇൻ ഗോവ നിങ്ങൾക്ക് എൻട്രി തന്നെ ഒരു ലെറ്റർ കിട്ടും. അതിൽ നിങ്ങൾക്ക് വേണ്ട പാട്ട്, നിങ്ങളുടെ പേര്, പിന്നെ 1500 രൂപ, ചിലപ്പോൾ 2000 2500 രൂപയോ ക്യാഷ് ആയിട്ട് അവിടുത്തെ വെയിറ്ററിന് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്നത് ആ പാട്ട് പ്ലേ ചെയ്യുന്ന സ്ഥലത്തോട്ടായിരിക്കും. അതാണ് ഇപ്പോൾ ആക്ച്വലി നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഇപ്പോൾ എല്ലാ ക്ലബിലും ഒരു LED വലിയ സ്ക്രീൻ ഉണ്ടാകും. അതിലിപ്പോൾ നമുക്ക് വെൽക്കം ജിമ്മി എന്ന് എഴുതണം, അല്ലെങ്കിൽ ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ജിമ്മി സാർ എന്ന് എഴുതണം. അത് മാത്രമല്ല, അത് ശരി, അങ്ങനെയൊക്കെ എഴുതിയാൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുമല്ലേ സാർ? ഞാൻ ഈ പറഞ്ഞതിന് ഇപ്പോഴും ക്ലബുകൾ അന്വേഷിക്കുന്നുണ്ട്, വലിയ ചാർജ് ഈടാക്കുന്നേ. ഓക്കെ, നിങ്ങളുടെ സ്പിന്നിറ്റപ്പിൽ എത്ര DJs സൈൻ ചെയ്തിട്ടുണ്ട്? ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം ഈസ് ഫോർ എവറി മ്യൂസിഷ്യൻസ്. അതിപ്പോൾ സിംഗർ, ബാൻഡ്, വയലിനിസ്റ്റ്, ഡ്രമ്മിസ്റ്റ് ഓർ DJ. ഇപ്പൊ നമുക്ക് എന്തായാലും ഒരു 448 ഡൗൺലോഡ്സ് ഉണ്ട്, 417 രജിസ്റ്റേർഡ് ആർട്ടിസ്റ്റും ഉണ്ട്. ഈ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് പൈസ തരുന്നവർ, ആ സക്സസ് റേറ്റ്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഞങ്ങളുടെ ഈ ആപ്പ് തുടങ്ങിയത് ജൂൺ 1 ഈ വർഷം ജൂൺ 1 അതെ, ഈ വർഷം ജൂൺ 1. ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് 917 കസ്റ്റമേഴ്സാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ പേ ചെയ്ത് റിക്വസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്. ഇറ്റ്സ് എ മിക്സ് ഓർ ഷൗട്ട് ഔട്ട്, സോങ്സ് ആൻഡ് ടിപ്സ്. അതുകൂടാതെ ഞങ്ങളുടെ ആർട്ടിസ്റ്റിന് പ്രൈവറ്റ് ഡിഗ്സും കിട്ടുന്നുണ്ടായിരുന്നു. ഫാന്റാസ്റ്റിക് പ്രോബ്ലം സോൾവിങ്. ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട്. ആസ് എ റിസോർട്ട് ഓണർ, ഐ തിങ്ക് ഞാൻ എൻ്റെ ഗസ്റ്റിനെ ഏതൊരു റെസ്റ്റോറൻറ്റിൽ ചെന്നാലും പൈസ ചെലവാക്കാനായിട്ട് പ്രിഫർ ചെയ്യില്ല. അത് എന്തിനു വേണ്ടിയാണെങ്കിലും, എന്ത് സാധനത്തിനായാലും. ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് പുട്ട് ഓഫ് അവർ ഗസ്റ്റ്. ഐ തിങ്ക് മോണിറ്റൈസ് ചെയ്യാൻ പല വഴികളും ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഡയറക്റ്റ് മോണിറ്റൈസേഷൻ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അത് സ്പ്രെഡായി വരിക എന്നുള്ളത് എന്തായാലും എൻ്റെ തലയിൽ അത് കയറുന്നില്ല. ഇത് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേറെ വഴികളുണ്ടായിരിക്കുമല്ലോ. Have you thought about it? ആസ് എ DJ എനിക്കിപ്പോൾ ആരുടെങ്കിലും മുഖത്ത് നോക്കി പൈസ ചോദിക്കാം. ഇപ്പൊ പ്രതീക് സാർ വരികയാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ പാട്ടൊന്ന് വെക്ക്. അപ്പൊ ഞാൻ പറയും യെസ്, പിന്നെ വെക്ക് തന്നെയാണ് പണി. എനിക്ക് ഒരിക്കലും അദ്ദേഹത്തിന് മുഖത്ത് നോക്കിയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഈ പാട്ട് വെക്കുകയാണെങ്കിൽ എനിക്ക് അത്ര വേണം ഇത്ര വേണമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് മറ്റൊരു രീതിയിൽ പറയാൻ പറ്റും. പ്രതീക് സാർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വേണമെങ്കിൽ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യും. പിന്നെ അതിനുശേഷം പേ ചെയ്യണോ വേണ്ടെന്ന് പ്രതീക് സാറിന് തീരുമാനിക്കാം. അല്ല, ഇവരുടെ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് ഉണ്ട്. ഈ ആപ്പ് ഇവർക്ക് ടിപ്സ് അലോ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് റിക്വസ്റ്റിന് വേണ്ടി ഓൺ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവർ ഇതിൽ പ്രൈസ് സെറ്റ് ചെയ്യുന്നത്, I'm not against tips. ആപ്പ് വഴി ടിപ്പ് എടുത്തോളൂ, അല്ലല്ല, അതൊന്നും അപ്പൊ നിങ്ങളുടെ കുഴപ്പമില്ല. business വിഷയം model നമ്മളെ ബാക്കി എന്താ ചോദിക്കുന്നുള്ളതാ. ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് തിങ്. ആദ്യം എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ കൺസ്യൂമേഴ്സിന്റെ പ്രശ്നമാണ്. നിങ്ങളിപ്പോ പറഞ്ഞു 915 കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന്. എത്ര ആവറേജ് പേ ചെയ്യുന്നുണ്ട് ഇവർ? So it is anyway range from 50 rupees to 500 right now. പക്ഷേ നമ്മുടെ ആവറേജ് ഇപ്പോ ഒരു 150 rupees ആണ്. നിങ്ങളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്? അതിപ്പോ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1600 രൂപയോളം വരുന്നുണ്ട്. ഇതൊരു നോബൽ കോൺസെപ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ്. നിങ്ങൾ ഇത്രയും വലിയ ഹാബിറ്റ് ചേഞ്ചിനെ പറ്റിയാണ് പറയുന്നത്. ഒരു കണക്കിന് ഹാബിറ്റ് ചേഞ്ച് ആണ്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഒരു ക്ലബ് പോയിന്റ് ഓഫ് വ്യൂ, പിന്നെ കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ എന്ന് എനിക്ക് കുറച്ച് കോൺഡിസെൻഡിങ് ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് DJക്ക് ഏത് പാട്ടിനും 50 രൂപ 30 രൂപ ആയിട്ട് കൊടുക്കുക. നമ്മുടെ കാര്യം മാത്രം പറയാൻ പറ്റില്ല. ഇവിടെ ഉള്ളത് കുറച്ച് യങ് ഓഡിയൻസ് ആണ്. ടേക്ക് ദി പോയിന്റ് ഓഫ് വ്യൂ. കാരണം എന്റെ അഭിപ്രായത്തിൽ ഐഡിയാസ് നമ്മൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല. അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാമല്ലോ, ഇൻവെസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഓഡിയൻസ് നിങ്ങളുടെ വോട്ടിംഗ് മീറ്റർ എടുത്തോളൂ. യെസ് ഓർ നോ അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിലുള്ള ഇൻട്രസ്റ്റ് അറിയിക്കൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ട് പ്ലേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പറയൂ. ഇവർക്ക് മനസ്സിലാവും. ദിസ് ഇസ് ദ മാർക്കറ്റ്. ഇതാണല്ലോ. ഇവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയും
പാർട്ടി നടത്തുന്ന ആളുകളാണ്. ഇവർക്കൊക്കെ ഡി ജെയോട് വളരെയധികം സ്നേഹമുണ്ട്. പിന്നെ ജിമ്മി സാറിനും പ്രിയങ്കയ്ക്കും അവരുടെ ആൻസറും കിട്ടിയിട്ടുണ്ട്. അതായത് ഇവരൊക്കെ ഓൾഡ് ഫാഷൻ ആയിരിക്കുക, പുതിയ കാര്യങ്ങൾ ചിന്തിക്കാവുന്നേ. അപ്പോൾ അർച്ചന മാഡം ബ്ലോക്ക് ബസ്റ്റർ അമർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഒരു ചോദ്യം എന്നത്തേക്ക് അവസാനിക്കട്ടെ. ബേസിക്കലി മേഡം അതിന് ഞാനൊന്നും ചോദിച്ചിട്ട് തന്നെ ഇല്ലല്ലോ. ഇതിപ്പോ നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്. നിങ്ങളല്ലേ ലിബർട്ടിയുടെ ഷൂസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, എന്നാ പിന്നെ ഞങ്ങളതെല്ലാം നിർത്തിയിരിക്കുക. എന്താ പോരെ? ശരി, എന്നാ പിന്നെ നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് പറയൂ. ഞങ്ങളുടെ ആസ്ക് 50 ലക്ഷം രൂപയാണ് ഇൻ കൺവേർട്ടബിൾ നോട്ട് ആൻഡ് ആസ് പെർ എക്സ്പാൻഡിങ് ആൻഡ് പെനട്രേറ്റിംഗ് മൂവ് മാർക്കറ്റ്സ് നൗ. ഏറ്റവും വലിയ കാര്യം നിങ്ങൾ നേരത്തെ വെച്ചിരുന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് ഏതായാലും ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വളരെ ഇഷ്ടമായി. ക്യാൻ യു ഓർഗനൈസ് ദ അൺഓർഗനൈസ്ഡ് സ്പേസ്? അത് എക്സിക്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഐ വിൽ ഗിവ് യു 30 lakhs. ഐ എം ഓക്കെ വിത്ത് ദ കൺവേർട്ടബിൾ നോട്ട്. അപ്പോൾ അർച്ചന മാഡം പറയുന്നത് കൺവെർട്ടബിൾ നോട്ടിൽ 30 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ അതിനെ കൈകൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? യെസ്, അബ്സല്യൂട്ട്ലി. വെരി ഗുഡ്. മൂന്ന് പേരും ഒരുമിച്ച്. I like the hair color, I like the shoes and the jeans. അപ്പോൾ അർച്ചന മാഡം ഇനി നിങ്ങളോട് ചോദിക്കാനുള്ളത് ബാക്കി ടൈറ്റൻസിന് വേണ്ടി നിങ്ങൾ ഫ്ലോർ ഓപ്പൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. അതിപ്പോ നിങ്ങൾക്ക് ഈ 30 കൊണ്ട് കാര്യം നടക്കോ അതോ 50 തന്നെ കിട്ടണമെന്നുണ്ടോ? 50 തന്നെയാണ് ആവശ്യമുള്ളത്. കിട്ടിയാൽ നന്നായിരുന്നു. ശരി, one more titan. That's it. ഓൺലി വൺ ടൈറ്റൻ. ആഹാ, പറഞ്ഞോളൂ. അല്ല, അപ്പൊ ഇതില് നിങ്ങളുടെ ഈ ബിസിനസ് മോഡലിൽ സ്ട്രക്ചറൽ ചേഞ്ച് കൊണ്ടുവരാൻ തയ്യാറാണോ? Yeah, I am ready. ആൻഡ് ഐ ക്യാൻ തിങ്ക് ഓഫ് കമ്മിങ് ഓൺ ബോർഡ്. ഷുവർ. നിങ്ങൾ തയ്യാറാണോ? Yeah, 100%. 10 ലക്ഷം രൂപ കൺവേർട്ടബിൾ ആയിട്ട് എലോങ് വിത്ത് അർച്ചന മാഡം. ഓക്കെ. അപ്പോൾ 30ഉം ഒരു 10ഉം 40 ലക്ഷം ആയിട്ടുണ്ട്. അനുപം സർ, താങ്കൾക്ക് ഇതിൽ വരാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കൺവേർട്ടബിൾ നോട്ടിൽ ഒരു 10 ലക്ഷം തരാൻ റെഡിയാണ്. പിന്നെ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണ്, അപ്പോൾ ആർട്ടിസ്റ്റിനെ ഫോക്കസ് ചെയ്യും. നമ്മളൊരു ബിസിനസ്സുകാരാണ്, ബിസിനസ് ഫോക്കസ് ചെയ്യും. അങ്ങനെ ഒന്നിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ബിസിനസ് സക്സസ് ആക്കും. അപ്പോൾ നിങ്ങൾക്ക് 50 ലക്ഷം കിട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആടിക്കോ, പാടിക്കോ, ഡാൻസ് കളിച്ചോ. അനുപം സാറിനും ജിമ്മി സാറിനും കൂടി നിങ്ങൾ കൈ കൊടുക്കും. Thank you. റെസ്പെക്ട് ദി ആർട്ടിസ്റ്റ്.